കുംഭമേളയുടെ ഐതിഹ്യം പാലാഴി മഥനത്തിൻ്റെ ഐതിഹ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പാലാഴി മഥനത്തിൽ അമൃത് ഉയർന്നു വരികയും ആ അമൃതിന് വേണ്ടി ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ അമൃതകലശം അസുരന്മാരുടെ കൈകളിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ഗരുഡൻ അമൃതകുംഭവുമായി പറന്നു നടന്നു. ഗരുഡന് വഴികാട്ടിയായിരുന്നത് വ്യാഴമാണ്. അങ്ങനെ പറന്ന് നടക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷീണം തോന്നിയ സമയത്ത് അസുരന്മാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഏറ്റവും വിശിഷ്ടമായ 4 പുണ്യതീർത്ഥങ്ങളിൽ അമൃതകലശം ഇറക്കി വെച്ചിട്ട് ഗരുഡൻ വിശ്രമിച്ചു. ആ 4 സ്ഥലങ്ങളാണ് ഹരിദ്വാറിൽ ഹർക്കി പൗഡി, പ്രയാഗ്രാജ്, ഉജ്ജയിനി ക്ഷിപ്ര നദിയിൽ, നാസിക്കിൽ ഗോദാവരി. ദേവാസുര യുദ്ധം നടന്നത് 12 ദിവസമാണ്. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അപ്പോൾ 12 വർഷം കൂടുമ്പോൾ, മനുഷ്യരുടെ 12 വർഷം കൂടുമ്പോൾ ഗരുഡൻ വിശ്രമിച്ച അതേ മുഹൂർത്തം എത്തുമ്പോൾ ഈ തീർത്ഥഘട്ടങ്ങളിൽ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് ഐതിഹ്യം. ആ അമൃത സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുംഭമേളയിൽ കുംഭം എന്ന് പറയുന്നത് അമൃത കുംഭമാണ്. മേള അമൃതിൻ്റെ മേളനമാണ്. തീർത്ഥങ്ങളിൽ അമൃതിൻ്റെ മേളനമാണ്. അപ്പം ഈ അമൃത സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവന്മാരും, കാരണം സ്വതവേ വിശിഷ്ടമായ തീർത്ഥമാണ്, അവിടെ അമൃത് കൂടി വരികയാണ്. അവിടെ ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവാദികളും അശരീരികളായിട്ടുള്ള മഹാത്മാക്കളും എല്ലാവരും ആ സമയത്ത് സ്നാനം ചെയ്യാൻ വേണ്ടി വരും. സാധു സന്ത് മഹാത്മാക്കളായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള ലക്ഷക്കണക്കിന് മഹാത്മാക്കൾ ആ സമയത്ത് ഇവിടെ സ്നാനം ചെയ്യാൻ വേണ്ടി വരും. അപ്പം അങ്ങനെ ആ മഹാത്മാക്കളോടൊപ്പം സ്നാനം ചെയ്യുന്നതിനും അവരെ ദർശിക്കുന്നതിനും സത്സംഗം ചെയ്യുന്നതിനും അവർക്ക് സേവ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഭക്തരും വരും. ഇതാണ് കുംഭമേളയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഓരോ കുംഭമേളയും തീർത്ഥഘട്ടങ്ങളിൽ നടക്കുമ്പോൾ തീർത്ഥഘട്ടങ്ങളെ, അതായത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പ്രയാഗ്രാജ് അങ്ങനെയൊക്കെയുള്ള തീർത്ഥഘട്ടങ്ങളെ അജരതീർത്ഥം എന്ന് പറയും. അത് ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ചരതീർത്ഥം എന്ന് പറയുന്നതാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾ, അതായത് മഹാപുരുഷന്മാർ, സന്യാസിമാർ. അപ്പം ചരതീർത്ഥവും അജരതീർത്ഥവും സമ്മേളിക്കുകയാണ് കുംഭമേളയിൽ. വലിയ രീതിയിലുള്ള, അതായത് ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളിലെയും മഹാത്മാക്കൾ കുംഭമേളയിൽ എത്തിച്ചേരുകയാണ്. സന്യാസിമാർ ഏകദേശം 60 ലക്ഷത്തോളം സന്യാസിമാരാണ് എത്തുന്നത്. ആ ചരതീർത്ഥവും അജരതീർത്ഥവും സംഗമിക്കുന്ന സ്ഥലത്ത് അമൃതിൻ്റെ മേളനം നടക്കുകയാണ്. അത് ബാഹ്യമായിട്ട് നമ്മൾ ഐതിഹ്യപരമായിട്ട് അമൃതിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ടുള്ള അമരത്വത്തെ തേടിയിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗവുമാണത്. ഒപ്പം ഇപ്പോൾ നമ്മൾ ഈ കുംഭമേള നഗരിയിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് ഈ മേള നഗരിയിൽ ഏകദേശം 3 ലക്ഷത്തോളം ശിബിരങ്ങളാണ് പല ആശ്രമങ്ങളുടെ ആയിട്ടുള്ളത്. അതിൽ 1/3 ആശ്രമങ്ങളിലെങ്കിലും ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആധ്യാത്മിക യജ്ഞങ്ങൾ നടക്കുന്നുണ്ടാവും. അങ്ങനെ 1 ലക്ഷം ആധ്യാത്മിക യാഗങ്ങളായി, ഹോമങ്ങളായി, സാധനകളായി, ആരതികളായി, ഭജനകളായി ഒക്കെ ഏതെങ്കിലും തരത്തിൽ 1 ലക്ഷം ആധ്യാത്മിക യജ്ഞങ്ങൾ നടക്കുന്ന ഭൂമിയിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത.